കുറച്ച് അമ്പഴങ്ങ കയ്യിലുണ്ട്. ഉപ്പിലിടണോ അച്ചാറിടണോ കൺഫ്യൂഷൻ. ഒടുവിൽ അച്ചാറിടാന്നുള്ള തീരുമാനത്തിലെത്തി. കഴുകി തുടച്ചെടുത്തിട്ടുള്ള അമ്പഴങ്ങ നീളത്തിലങ്ങ് കട്ട് ചെയ്തെടുത്തു. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് 2 പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അച്ചാറിനുള്ള അമ്പഴങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കടുകിട്ട് അത് പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. ഇനി ഈ വെളുത്തുള്ളിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയിട്ട് പച്ചമണം മാറുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അമ്പഴങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഉടയാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവിയൊക്കെയുള്ള അച്ചാറാണ് വേണ്ടത്. വിനാഗിരി അധികം ചേർക്കാനും പാടില്ല. സോ നമ്മൾ വെള്ളം തിളപ്പിച്ച് ചൂടാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾക്കൊക്കെ അമ്പഴങ്ങ അച്ചാറാണോ ഉപ്പിലിട്ടതാണോ കൂടുതൽ ഇഷ്ടം? കമൻറ്റ് ചെയ്യണേ.